ആദ്യം മെഷീന്റെ സൂചി നമ്മൾ അവിടെ നിന്ന് അഴിച്ചു വെക്കണം. മോട്ടർ ഇതുള്ളത് കൊണ്ട് മോട്ടറിന്റെ സ്വിച്ചൊക്കെ നമ്മൾ ഇതിന്ന് റിമൂവ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ കയറിട്ടിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് മെഷീൻ ചവിട്ടേണ്ടത്. എന്നിട്ട് ആദ്യം ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഈ വീലിൽ ഇങ്ങനെ കൈകൊണ്ട് കറക്കുക. അതിനുശേഷം ഇത് ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിയാൻ പാടില്ല, പുറകിലോട്ട് തിരിയാൻ പാടില്ല. നമ്മുടെ ഫ്രണ്ടിക്കാണ് ഇത് തിരിയേണ്ടത് ഇങ്ങനെ. അപ്പൊ ഇത് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ താഴെ ചവിട്ടി കൊടുക്കണം. അപ്പോഴാണ് നമുക്കത് കറക്റ്റ് മൂവ്മെന്റ് ആവുള്ളൂ. നമ്മളിപ്പോ ആദ്യം ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് ചവിട്ടി ചമ്മട്ടി. ഇപ്പൊ ഇതാ കറക്റ്റ് ഡയറക്ഷൻ കണ്ടോ, ഇങ്ങനെയാണ് തിരിയുന്നത്. അപ്പൊ ഇതിൽ ചവിട്ടുമ്പോ അവിടെ താഴെയും ചവിട്ടി കൊടുക്കുന്നുണ്ട്, അവിടെ ഇവിടെ മൂവ് സൂചി ഇട്ടിട്ടില്ല, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇതാക്കാൻ പറ്റും. സ്റ്റോപ്പ് ചെയ്യ്, സ്റ്റോപ്പ് ചെയ്യ്, സ്റ്റോപ്പ്. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്യ്. സ്റ്റോപ്പ്. ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യ്. സ്റ്റോപ്പ്. സ്റ്റാർട്ട്. കറക്റ്റ് സ്റ്റൂൾ ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കണമെങ്കിൽ. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യും. ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റോപ്പ്. അങ്ങോട്ട് തിരിയാൻ പാടില്ല. അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, അങ്ങോട്ട് തിരിയാൻ പാടില്ല. അപ്പൊ ഇങ്ങോട്ടാക്കുക. സ്റ്റോപ്പ്. സ്റ്റാർട്ട് ചെയ്യും. സ്റ്റോപ്പ്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്റ്റാർട്ട്. പുറകിലോട്ട് തിരിഞ്ഞു, പുറകിലേക്കാണത്. സ്റ്റോപ്പ് ചെയ്. സ്റ്റാർട്ട് ചെയ്. പുറകിക്ക് പോകാൻ പാടില്ല കേട്ടോ, വീല് കറക്കണത്. കുറച്ചും കൂടി സ്പീഡിലാക്കണ്ട, മെല്ലെ ആക്കിയാൽ മതി. നീങ്ങിയിരിക്കണ്ട, സ്റ്റൂള് നീങ്ങുകയാണ്, അപ്പൊ നീങ്ങിപ്പോണ്ട. ഇനി ഇത് ഇങ്ങനെ അങ്ങനെ ആക്കിക്കോ ഫ്രണ്ടിക്ക്. പോയി. ഇത് ഇങ്ങോട്ടൊക്കെ തിരിയും കണ്ടോ, ഇങ്ങനെ തിരിയാൻ പാടില്ല. സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ആക്കിക്കോ. വരും. Stop. Start. Okay.